അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സൽന. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റിക്കറുള്ള ടൈപ്പ് ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ടൈപ്പിൽ സ്റ്റിക്കർ ഇല്ലാത്തത് വേണമെങ്കിൽ അങ്ങനത്തത് ഉപയോഗിക്കാം. ഗമ്മുള്ളതായാലും ഗമ്മില്ലാത്തതായാലും ഒരു പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു തറ്റത്ത് ഓരോ സെൻറ്റിമീറ്റർ വീതം മൂന്നെണ്ണം അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. നമുക്ക് നീളത്തിലുള്ള ഭാഗത്ത് വീതി ഭാഗത്ത് ഏത് ഭാഗത്ത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓരോ സെൻറ്റിമീറ്റർ വീതമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. നമ്മളിത് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ അടിഭാഗത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. കറക്റ്റായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഈ മുറിച്ച പീസിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഈ വരച്ചതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ 3 പീസും കൂടി മുറിഞ്ഞു പോകാത്ത വിധത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുക. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതിനെ 3 ലെയറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ ഒന്ന് പറിച്ചെടുക്കണം. അതിനുശേഷം നമ്മളെ മുടിയെല്ലാം പിന്നെ ഇടുന്നില്ലേ, മുടി മടനിടുന്ന പോലെ ഇതിനൊന്ന് മടനിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഗ്ലിറ്ററുള്ള ഭാഗം തന്നെ ആയിട്ടാണ് നമ്മൾ മടനിട്ട് കൊടുക്കേണ്ടത്. അപ്പം മുടി മടയാണെന്ന് അറിയാത്തതെന്ന് ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നതന്നെയല്ല. അതുകൊണ്ട് സ്പീഡിലങ്ങ് കാണിച്ചു പോകുന്നത്. അപ്പം നമ്മളൊന്ന് നല്ലോണം ഒന്ന് മടനിട്ട് കൊടുക്കുക. പിന്നെ ഇത് പശ, ഇതിൻ്റെ ഒരു പശ ഇങ്ങനെ കൈമേൽ ഒട്ടി പിടിക്കുക, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ പശയുള്ള ടൈപ്പ് എടുത്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിനുശേഷം നമ്മളതിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു ഭാഗത്ത് ഒന്ന് ചെറുങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ആ 2 ഭാഗത്തൊന്ന് ചെറുങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിതിനിങ്ങനെ ചുരുട്ടി കൊടുക്കണം. ഒരു ഫ്ലവർ പോലെ ആകാൻ വേണ്ടിയിട്ട് ചുരുട്ടി കൊടുക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഫ്ലവറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എൻ്റെ മോളെ ഒരു കുഞ്ഞി ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടില്ല. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ഫ്ലവറാണ് ഇത്. അതിനുശേഷം നമ്മളിതിൻ്റെ തറ്റത്ത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കണം. അത് ശ്രദ്ധിക്കണം. ഇതിൽ നിങ്ങൾ ഫെവി ബോണ്ടൊന്നും ഉപയോഗിക്കണം. ഫെവി ബോണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഷീറ്റ് ഉരുക്കിപ്പോവും. ഗ്ലൂ ഗൺ തന്നെ ഉപയോഗിക്കണം. പിന്നെ ഞാനിപ്പോൾ ഇതിനൊരു ലീഫും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ഗ്രീൻ കളർ എടുത്തിട്ട് അങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ഇലൻ്റെ ഷേപ്പിലൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അതിനൊന്നും കൂടി ഞാൻ ചെറുങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു റോസ്പൂൻ്റെ ഇല പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയ കട്ടിട്ടിട്ട് കൊടുത്തതാണ്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ തന്നെ ഒരു യെല്ലോ കളറും കൂടി ചെയ്തെടുത്തിട്ട് ഭയങ്കര സിമ്പിളല്ലേ ഇത്. നമുക്ക് നമ്മളെ കുട്ടികളെ ഹെയർ ബാൻഡിലെല്ലാം വേണമെങ്കിൽ നമുക്കിത് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മോളുടെ ഒരു ഡിസൈനുള്ള ഹെയർ ബാൻഡ് തന്നെയാണ് അത്, ഒരു കുഞ്ഞു ഫ്ലവറുള്ള. അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഞാൻ ഒട്ടിച്ചിട്ട് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ട് കാണിക്കുന്നത്. പക്ഷേ ഹെയർ ബാൻഡെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണിനെ കൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്നതാണ്. ഇപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് ഇത്. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് അത് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല രസമല്ലേ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ക്രാഫ്റ്റുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്